വെൽക്കം ബാക്ക് ടു Onevestor. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൻ്റെ എങ്ങനെ ഷോർട്ട് ടേമിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ ലോങ് ടേമിൽ ഒരുപക്ഷെ എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഏതൊരു കമ്പനിയുടെ ആണെങ്കിലും ലോങ് ടേമിൽ അതിൻ്റെ സ്റ്റോക്ക് പെർഫോമൻസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും എന്നുള്ളത്. സോ അതെങ്ങനെയാണെന്നുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിൽ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോങ് ടേമിൽ ആ കമ്പനിയുടെ പെർഫോമൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഏർണിങ്സിനെ തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. വാരൻ ബഫറ്റിൻ്റെ മെൻറ്ററായ ബെഞ്ചമിൻ ഗ്രഹാം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിൽ അതൊരു വോട്ടിംഗ് മെഷീനും ലോങ് ടേമിൽ അതൊരു വെയിങ് മെഷീനും ആണെന്നാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഷോർട്ട് ടേമിൽ അതൊരു വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സ്റ്റോക്കാണ് ബെറ്റർ, അല്ലെങ്കിൽ ഈ സ്റ്റോക്കാണ് ബെറ്റർ, അല്ലെങ്കിൽ ആ സ്റ്റോക്കാണ് ബെറ്റർ എന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ITC വാങ്ങിക്കുന്നവർ അതിനെ ബെറ്റ് ചെയ്തിരിക്കുകയാണ് ഷോർട്ട് ടേമിൽ. ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് ബെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. പക്ഷേ ലോങ് ടേമിൽ ആൾക്കാരത് ഇപ്പം സെല്ല് ചെയ്യണോ ബൈ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ ലോങ് ടേമിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പെർഫോമൻസിന് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. JP അസോസിയേറ്റ് ആണ്. അത് 2008 അതൊരു ലീഡറായിരുന്നു. 10 രൂപ കടന്ന സ്റ്റോക്ക് 500 രൂപയിലെത്തി. സോ മാർക്കറ്റ് അതിൽ ഷോർട്ട് ടേമിലത്തേക്കാണ് അത് ഭയങ്കരമായിട്ട് അത് കയറിയത്. അപ്പോൾ ഷോർട്ട് ടേമിൽ എല്ലാവരും ബെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ആ കമ്പനി വളരുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഇപ്പം ആ 2008 കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു, ആ കമ്പനി ഇപ്പോൾ ഓൾമോസ്റ്റ് ബാങ്ക്രപ്റ്റായി. അതായത് ലോങ് ടേമിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ തിരിച്ചെത്തി. അതായത് അതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, ലോങ് ടേമിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു വെയിങ് മെഷീനാണ്. അത് പെർഫോം ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അത് താന്നു. പക്ഷേ ഇപ്പം ലാർസൻ ആൻഡ് ടൂബ്രോ നോക്കുവാണെങ്കിൽ അവരുടെ ഗ്രോത്ത് ഉണ്ടായിരുന്നു, ആ കമ്പനിക്ക് പ്രോഫിറ്റ്സും അവരുടെ ക്യാഷ് ഫ്ലോ എല്ലാം കൂടിയോണ്ട് തന്നെ ആ കമ്പനി ക്രാഷ് 2008 ക്രാഷ് കഴിഞ്ഞ് തിരിച്ച് കയറി. പക്ഷേ JP അസോസിയേറ്റ് അത് കഴിഞ്ഞ് കയറിയിട്ടില്ല. അതിൻ്റെ റീസണും അവരുടെ ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസും അതുപോലെ ഹ്യൂജ് ഡെപ്റ്റൊക്കെയാണ്. പക്ഷേ എന്നാലും ബെഞ്ചമിൻ ഗ്രഹാം പറയുന്ന പോലെ തന്നെ ലോങ് ടേമിൽ ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ കമ്പനി പെർഫോം ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് ആർക്കും വേണ്ട, അതുകൊണ്ടാണ് ആ സ്റ്റോക്ക് കയറാതെ ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കഫേ കോഫി ഡേയുടെ ഷെയർസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഫൗണ്ടർ സൂയിസൈഡ് ചെയ്തേ പിന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓരോ ദിവസം ഡൗൺ സർക്യൂട്ടിലാണ്. അതായത് ആദ്യം 20% സംതിങ് ഡൗൺ ആയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ 10% ആണ്, ഇപ്പോൾ എനിക്കൊന്ന് 5% അത്രയും കണ്ട് ഡെയിലി താന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വോട്ടിംഗ് മെഷീനാണ്. അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ടേമിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു കമ്പനി ഡൗൺ സർക്യൂട്ട് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സ്റ്റോക്ക് സെല് ചെയ്യാൻ ആൾക്കാരുണ്ട്, ബൈ ചെയ്യാൻ ആൾക്കാരില്ല. സോ ഇപ്പം ആ കമ്പനിയുടെ സ്റ്റോക്ക് ആരും വാങ്ങിക്കാൻ റെഡിയല്ല, അതുകൊണ്ടാണ് അതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ലോങ് ടേമിലത്തേക്ക് ഇപ്പം കോഫി ഡേ ആണെങ്കിൽ ചിലപ്പം പെപ്സിയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറോ അല്ലെങ്കിൽ കൊക്കോകോള അക്വയർ ചെയ്യാൻ പോകുകയാണെന്ന് ഒരു ന്യൂസ് വരുവാണെങ്കിൽ ഇപ്പം 85 റുപ്പീസ് സംതിങ് ആണ് CCDയുടെ സ്റ്റോക്ക് പ്രൈസ്. അതിപ്പോൾ മേ ബി കൊക്കോകോള അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം 200 റുപ്പീസിന് അവർ അക്വയർ ചെയ്യാൻ പോകുകയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റോക്ക് പ്രൈസ് നേരെ 85 200 റുപ്പീസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം സംഭവിക്കുന്നത് പറഞ്ഞാൽ അവിടെ എഗെയിൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ആൾക്കാർ അപ്പം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സെല്ലേഴ്സ് കാണത്തില്ലായിരിക്കും, കാരണം അവർക്കറിയാം മാർക്കറ്റ് പ്രൈസ് 85 റുപ്പീസേ ഉള്ളൂ, കൊക്കോകോള വാങ്ങിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 200 റുപ്പീസിനാണെന്ന്. അപ്പം 85 നാച്ചുറലി ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 200 തന്നെ ആയിരിക്കും പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷോർട്ട് ടേമിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ബയേഴ്സ് ഇല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് തന്നെ പോകത്തുള്ളൂ, അതുപോലെ സെല്ലേഴ്സ് ഇല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മേലോട്ടേ പോകത്തുള്ളൂ. ഇനി ലോങ് ടേമിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന ഒരു ഡൗട്ടാണ്, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ലോങ് ടേമിൽ എങ്ങനെ മുകളിലോട്ട് പോകുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സേ നിഫ്റ്റിയോ സെൻസെക്സോ ആണെങ്കിൽ മുകളിലോട്ട് തന്നെ എങ്ങനെ പോകുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി സ്റ്റോക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിന് ഞാൻ എൻ്റെ ബിഗിനർ വീഡിയോ ആയ പുണ്യാളൻ അഗർബത്തീസിനെ ബേസ് ചെയ്ത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സ് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടാൽ മതി. സോ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ആ ബിസിനസ്സിന് ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഷെയർ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു ഷെയറിന് ഒരു വാല്യൂ ഉണ്ട്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ.